നമസ്കാരം. ഗാസ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന കൂട്ടായ്മയിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ നിരവധി പേരും ഇതിന് പിന്നാലെ എത്തുന്നുണ്ട്. അതായത് സൗദി അറേബ്യയും ഖത്തറിനും പുറമെ പാകിസ്ഥാനും ഇപ്പോൾ ഇതിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. GCCയിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ഈ സഖ്യത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. കൂടാതെ തുർക്കിയും അസർബൈജാനും അർമേനിയയും ഇന്തോനേഷ്യയും ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇതുവരെ യാതൊന്നും തന്നെ സംസാരിച്ചിട്ടുമില്ല. ഗാസയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ബോർഡ് ഓഫ് പീസിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പാകിസ്ഥാന്റെ സാന്നിധ്യം ഇസ്രായേൽ സംശയത്തോടെയാണ് കാണുന്നത് എന്ന് ആദ്യമേ നെതന്യാഹു പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പുതിയ കൂട്ടായ്മയിൽ അംഗമായത് ഇന്ത്യയെ പിന്നോട്ടടിപ്പിക്കാനായിട്ടാണ് സാധ്യതയെന്നും പറയുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യമായ തുർക്കിയിലും ഇതുണ്ടെന്ന് നമ്മൾ കരുതണം. ഇതും ഇന്ത്യ സംശയത്തോടെയാണ് കാണുന്നതെന്നും പറയണം. അർജന്റീനയും അതുപോലെ പരാഗ്വേയും ഉസ്ബെക്കിസ്ഥാനും എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ പുതിയ കൂട്ടായ്മയിലുള്ളവയാണ്. ഇസ്രായേലിന് പിന്തുണയും ഹംഗറിയും സംഘത്തിലുണ്ട് എന്ന് പറയണം. അതേസമയം തന്നെ എടുത്തു നോക്കിയാൽ UN ബദലായ പുതിയ സഖ്യമാണോ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നൊരു സംശയം ശക്തമായി മറ്റൊരു വശത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു നിൽക്കുന്നുണ്ട്. ഗസയിലെ പദ്ധതി വിജയിച്ചാൽ മറ്റു പല കാര്യങ്ങളും പുതിയ കൂട്ടായ്മയും സാധിക്കുമെന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. UN ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറയുകയും ചെയ്തു. ഫ്രാൻസ്, ജർമ്മനി എന്നീ യൂറോപ്പിലെ പ്രധാന ശക്തികൾ ബോർഡ് ഓഫ് പീസിലില്ല. ബ്രിട്ടനിലും റഷ്യയിലും പുതിയ കൂട്ടായ്മയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുമില്ല. ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും UN മറികടന്നുള്ള നീക്കങ്ങളിൽ താൽപ്പര്യമില്ലെന്ന സൂചനയാണ് ചൈന നൽകിയത്. UN നോക്കുകുത്തിയാക്കി ട്രംപ് നടത്തുന്ന ചില ഇടപെടലിൽ ചൈനയ്ക്ക് അതൃപ്തിയുണ്ടെന്നും കൂട്ടിച്ചേർത്തിട്ടു. ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമെന്നും അറിയിക്കുന്നുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും ഊഹിച്ച പോലെ തന്നെയാണ് എന്നത്. ചെയർമാന് വലിയ അധികാരങ്ങൾ നൽകിയാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നതും എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ചെയർമാൻ ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. 2 വർഷത്തേക്കായിരിക്കും ബോർഡ് ഓഫ് അംഗങ്ങളുടെ നിയമനം എന്നുകൂടി പറഞ്ഞിരുന്നു. അത് 2 വർഷത്തെ ടെനുവറാണ്, മാറ്റുകയും ചെയ്യാം. ചെയർമാൻ അംഗങ്ങളെ പുറത്താക്കാനും അധികാരമുണ്ട് എന്നത് മനസ്സിൽ വെക്കണം. അതേസമയം രാജിവെക്കൽ, പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക എന്നീ കാരണങ്ങളാൽ മാത്രമേ ചെയർമാന് മാറ്റുകയും പറ്റുന്നുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട്. ചെയർമാന് മാറണമെങ്കിലും ഇതേ കാര്യങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ എന്നതുകൂടി അതിലൊരു ടെനുവറായി തന്നെ അവർ ഒപ്പിട്ട രേഖകളിൽ പറയുന്നുണ്ട്. പ്രസിഡന്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവി ഒഴിഞ്ഞാലും ട്രംപ് തന്നെയായിരിക്കും ബോർഡ് ഓഫ് പീസ് ചെയർമാൻ എന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു തന്നെ AFP തന്നെ റിപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ ഒപ്പിട്ട് വയ്ക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തീർത്തും അങ്ങനെ ബലപ്പെടാനാകില്ല. ഗസയെ സഹായിക്കുകയാണെന്നൊരു മുൻധാരണ വരുത്തിക്കൊണ്ട് ഗസയെ പതിയെ പിന്നോട്ട് വലിക്കാനാണോ ശരിക്കും ട്രംപിന്റെ തീരുമാനം എന്നതാണ് മറ്റുള്ളവരെ നോക്കുന്നത്. പക്ഷേ ഇത്രയും അധികം ഒരു വലിയ രാജ്യങ്ങളുടെ സഖ്യമായതുകൊണ്ട് തന്നെ ചെയർമാൻ അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊരു ആശ്വാസം മാത്രമാണ് ഗസക്കാരെ പിന്തുണയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രസിഡന്റിനെ അമേരിക്ക തിരഞ്ഞെടുത്താൽ ബോർഡ് ഓഫ് പീസ് US പ്രതിനിധിയായി അദ്ദേഹം ഉൾപ്പെടുത്തുകയായി ചെയ്യുക. അദ്ദേഹത്തിന് ചെയർമാൻ ആകാൻ സാധിക്കില്ല. അതാണ് ഇതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ.